നിങ്ങളുടെ ഫാമിലി മുഴുവൻ നാണം കെടുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫാമിലി മുഴുവൻ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കാം. ഭയങ്കര പെയിൻഫുൾ ആണല്ലേ? കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അതിനേക്ക് ഒന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചങ്ക് തകർന്നു പോകുന്ന വേദന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഴയ നിയമത്തില് ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനം നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഒരു അധ്യായത്തിൽ തന്നെ, വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നും, ഒരു അധ്യായത്തിൽ തന്നെ 3 തവണ ഇത് എടുത്തു പറയാണ്, നീ നാണം കെടേണ്ടി വരത്തിൽ, ഈ നാട്ടുകാരുടെ ഇടയിലോ ഈ ജനത്തിന്റെ ഇടയിലോ നീ നാണം കെടേണ്ടി വരത്തിൽ എന്ന് പരിശുദ്ധാത്മാവ് ജോയേൽ പ്രവാചകനോട് ആവർത്തിച്ച് പറയാം. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം അടുത്തുണ്ടെങ്കിൽ ഒന്ന് എടുത്തേക്കാവോ. ജോയേൽ പ്രവാചക പുസ്തകത്തിലെ 2-ാമത്തെ നിയമത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കർത്താവ് തന്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും, ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കില്ല. വാഗ്ദാനം നമ്പർ 1, നിങ്ങൾ ഇനി നാണം കെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കർത്താവ് ഒരു പ്രോമിസ് കൊടുക്കാൻ. ആൻഡ് ദ പ്രോമിസ് റിപ്പീറ്റ്സ് 2-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ